അതിർത്തി കടന്നു വരുന്ന ശത്രുവിനെ എന്ത് വില കൊടുത്തും തുരത്താൻ ശേഷിയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ലോകത്തിലെ വൻ ശക്തികൾ പോലും പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പുതിയ ഇന്ത്യയുടെ സൈനിക കരുത്ത് എത്രത്തോളം വലുതാണെന്ന് ശത്രു രാജ്യങ്ങൾ ഇപ്പോൾ ശരിക്കും തിരിച്ചറിയുകയാണ്. ശത്രുപാളയത്തിൽ കടന്നു ചെന്ന് പ്രഹരിക്കാൻ നമ്മുടെ സായുധ സേന കാണിച്ച അതിശക്തമായ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഒരു വർഷം മുമ്പ് നടന്ന ധീരമായ ഓപ്പറേഷൻ സിന്ദൂർ. ആണവ ബോംബുണ്ടെന്ന് പറഞ്ഞ് കാലങ്ങളായി പാകിസ്ഥാൻ നടത്തിവന്ന ബ്ലാക്ക് മെയിലിംഗ് അവസാനിച്ച ആ സൈനിക നീക്കത്തിന്റെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഡിസ്കവറി ചാനലിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഓപ്പറേഷൻ സിന്ദൂർ ഡീക്ലാസിഫൈഡ് എന്ന പുതിയ ഡോക്യുമെന്ററിയിലാണ് പാക് സൈന്യത്തിന്റെ നാണം കെട്ട മുഖം വലിച്ചു കീറുന്നത്. ഇന്ത്യ ആക്രമിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫുൾ സ്പെക്ട്രം ഡിറ്ററൻസ് അഥവാ പൂർണ്ണ പ്രതിരോധ തന്ത്രം. എന്നാൽ 2025 മെയ് മാസത്തിൽ അവരുടെ ആ ആണവ അഹങ്കാരത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുള്ളിൽ കയറി ആഞ്ഞടിച്ചു. ധീരരായ നമ്മുടെ സൈനികരുടെ ഈ മിന്നലാക്രമണത്തിന് മുന്നിൽ പാക് സൈനിക നേതൃത്വം അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി എന്നാണ് പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ പേടിപ്പിക്കാൻ വെച്ച ബോംബ് പാകിസ്ഥാൻ തന്നെ പണിയാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന് തിരിച്ചടിയായി ഒരു സാധാരണ മിസൈൽ തൊടുക്കാൻ പോലും പാകിസ്ഥാൻ ഭയന്നു. തങ്ങളുടെ ഏതെങ്കിലും നീക്കം ഇന്ത്യ തെറ്റിദ്ധരിച്ചാൽ അത് വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് മാറുമെന്നും അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുമെന്നും അവർക്ക് തന്നെ നന്നായി അറിയാമായിരുന്നു. ആണവായുധങ്ങൾ ഒരു രാജ്യത്തെയും പൂർണ്ണമായും സംരക്ഷിക്കില്ലെന്നും അവ വെറും ഡമ്മികളായി നോക്കുകുത്തികളെ പോലെ ഇരിക്കുകയേ ഉള്ളൂ എന്നും പാക് കമാൻഡിന് മനസ്സിലായ നിമിഷങ്ങളായിരുന്നു അത്. ആ ഭയമാണ് പാകിസ്ഥാന്റെ നാഷണൽ കമാൻഡ് അതോറിറ്റി യോഗം വിളിച്ചു ചേർത്തതിലെ പരിഭ്രാന്തിയിൽ ലോകം കണ്ടത്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് പിന്നീട് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടത്. 2026 വന്ന തങ്ങളുടെ ആദ്യ ആണവ പരീക്ഷണ വാർഷികമായ യൗം ഇ തക്ബീർ അവർക്ക് കാര്യമായി ആഘോഷിക്കാൻ പോലും കഴിഞ്ഞില്ല. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് തങ്ങളുടെ ആണവ പരീക്ഷണ വാർഷികം ആഘോഷിക്കാൻ മടിക്കുന്നതെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഒരു ചെറിയ അടിപിടി നടക്കുമ്പോൾ ഒരാൾ കയ്യിലൊരു പഴയ റിവോൾവറുമായി വരുന്നു എന്ന് കരുതുക. പക്ഷെ എതിർഭാഗത്ത് നിൽക്കുന്നയാളുടെ കയ്യിൽ ഒരു അത്യാധുനിക AK-47 ആണെങ്കിലോ? അപ്പോൾ ആ പീറ റിവോൾവർ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? റിവോൾവർ ഉപയോഗിച്ചാൽ എതിർഭാഗത്തെ 1-2 പേരുടെ ജീവൻ എടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഇപ്പുറത്ത് അവനും അവന്റെ കൂടെ വന്ന സകലരും വെടിയേറ്റ് വീഴും. ഇതേ അവസ്ഥയാണ് ഇന്ന് പാകിസ്ഥാന്. തങ്ങളുടെ കയ്യിലുള്ള ആണവ ബോംബ് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചാൽ ഒരു തവണ മാത്രമേ അവർക്കത് പ്രയോഗിക്കാൻ സാധിക്കൂ. പക്ഷേ അതിനുള്ള മറുപടിയായി ഇന്ത്യ ആഞ്ഞടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്ന് മറ്റാരെക്കാളും നന്നായി പാകിസ്ഥാന് തന്നെ അറിയാം. കാരണം അതിന് ചങ്കൂറ്റമുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് അതൊരു ഡമ്മി ഭീഷണിയാണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്വന്തം ജീവൻ എടുക്കുന്ന ഒരു ആയുധത്തെക്കുറിച്ച് അവർക്ക് പിന്നെ എങ്ങനെയാണ് അഭിമാനത്തോടെ ആഘോഷിക്കാൻ കഴിയുക? പകരം തോക്കുകളും ടാങ്കുകളും സാധാരണ മിസൈലുകളും ഉപയോഗിക്കുന്ന പരമ്പരാഗത പ്രതിരോധം അഥവാ നോർമൽ യുദ്ധമുറകളിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനായി മർക്ക ഇ ഹാക്ക് എന്ന പേരിൽ സാധാരണ സൈനിക നേട്ടങ്ങളെ പൊക്കിപ്പിടിക്കുകയാണ് അവർ. ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും അത് വെറും ബാധ്യതയാണെന്നും ഉറപ്പായതോടെ സാധാരണ മിസൈലുകൾ പ്രയോഗിക്കാൻ വേണ്ടി മാത്രം ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് എന്നൊരു പുതിയ സൈനിക വിഭാഗം തന്നെ ഉണ്ടാക്കി മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഇസ്ലാമാബാദ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ധീരരായ സൈനികരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ ആണവ കവചം വെറുമൊരു ഡമ്മി പീസ് മാത്രമായി മാറി. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കണ്ണുവെക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശത്രുവിനും വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ഒരു ചെറിയ ട്രെയിലർ മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ന്യൂസ് ഡെസ്ക്.